ഇത് ബൽമൂഡ ഫോണ്. ഇത് നമ്മളൊരു 2 മാസം ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കാം. നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഓരോന്ന് പറഞ്ഞുതരാം. ഫോൺ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഫോണ് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് ചെറിയൊരു ഫോണാണ്, കയ്യിൽ ഒതുങ്ങുന്നതാണ്. കയ്യിൽ വെച്ച് അത്രയേ ഉള്ളൂ. ചെറിയൊരു ഫോണാണ്, യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇത് 5G സപ്പോർട്ട് ചെയ്യും. പക്ഷേ 5G ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല. ഇത് ജപ്പാനിലുള്ള ഫോണാണ്, ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല. 4G മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്ന് ഡിസ്പ്ലേ ഓഫ് ആക്കാം. ഒന്ന് ഇതാണ്, ഇതിങ്ങനെ ബാക്ക് ഭാഗം കർവായിട്ടാണ്. അങ്ങനെയാകുമ്പോൾ അതൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് പിടിക്കാൻ നല്ല സുഖമായിരിക്കും. ഹിൻഹാൽ ഫീൽ നല്ല അടിപൊളിയാണ്, കയ്യിൽ പിടിക്കാനൊക്കെ അടിപൊളിയാണ്. ചെറിയ സൈസാണ് എന്നുള്ളതാണ്. iPhone 13 മിനിൻ്റെ ആ ടൈപ്പ്, പക്ഷെ വളരെ വെയിറ്റ് കുറവാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് പവർ ഓൺ ആക്കുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോക്കാം. അല്ല, അതിനകത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഓൺ ആവുന്നത്. ഇത് ഞാനിപ്പോൾ 2 മാസം ഉപയോഗിച്ചു. അതിനുശേഷം ഇത് വീട്ടിലേക്ക് കൊടുത്തു ഫോണ്. ഇത് യൂസ് ചെയ്യുന്നത് മക്കളാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെറിയ ഫോണാണ് നല്ലത്, കുട്ടികൾക്ക് കണ്ണൊക്കെ കേടി വരാണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാം അത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അവർക്ക് അറിയുന്നത് അവർ പറയും. ഇത് ആക്കിയാൽ ക്യാമറയാവും. അതേപോലെ ഇങ്ങനെ മേലേക്കാക്കിയാലും ക്യാമറ തന്നെയാവും. അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ അത് മാറ്റാം. നമുക്ക് ആ ക്യാമറ വേണ്ട, ഇനി മെസ്സേജ് മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കത് കസ്റ്റമൈസായിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ ഇത് അമർത്തിയിട്ട് നമുക്ക് എവിടെയാണ് സൂം ചെയ്യേണ്ട ആവശ്യം അവിടേക്ക് പോകും. ഇപ്പം ഞാൻ ഇവിടേക്ക് സൂം ചെയ്യണം, കണ്ടോ, ഇങ്ങനെ വരും. അതേപോലെ ഇത് കണ്ണാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും പറ്റും. ഇതാ വേറെ എന്തൊക്കെയാണ്? ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് നോക്കി നോക്കാം. ക്യാമറ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലൂടെ കാണുന്ന പിക്ചേഴ്സാണ്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത, നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട പോലെ ഇതിനകത്ത് കാണുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ അത് നമ്മൾ പിക്ചർ എടുത്തിട്ട് നമ്മൾ വേറെ സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് സെറ്റപ്പല്ല. ഈ ഫോൺ ഫുൾ ഡിസ്പ്ലേ ആയിട്ടാണ് ക്യാമറ കാണുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ എന്ന് വെച്ച് മറ്റുള്ള ക്യാമറയിലും വെച്ച് അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ക്യാമറ അത്രയേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, ഭയങ്കര സംഭവമായിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട്. അത്രയൊന്നുമില്ല, നോർമൽ ക്യാമറ മാത്രമാണ്. നമുക്കൊന്ന് 2 പിക്ചേഴ്സ് നോക്കാം. ഇതിപ്പോൾ അതിലൂടെ കാണുന്ന ഇതാണ്. ഞാൻ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. നമുക്കിതിന് ക്യാമറയിൽ നോക്കി നോക്കാം. ഫോട്ടോ എടുത്തു, ക്ലാരിറ്റി എങ്ങനെ ഉണ്ടത്. ഇതേപോലെ ഈ ഫോണിൽ തന്നെ കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ എന്ന് വെച്ച് വേറെ ഇതാണ്. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ക്യാമറൻ്റെ ഇത് വന്നു. ഇത് എടുത്ത പിക്ചറാണത്. പിക്ചറൊക്കെ സൂപ്പറായിട്ട് കാണിക്കും. പക്ഷേ നമ്മൾ സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഫോണിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഈ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ ഫോണിൽ ഫുൾ ഡിസ്പ്ലേ കാണുമ്പോൾ നമുക്ക് സൂപ്പറായിരിക്കും. ഒന്നുകൂടി ഫോട്ടോ എടുക്കുക. ഇനി ആ ഫോട്ടോ എടുക്കുക. അത് ആ ഫോണിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സൂപ്പറാണ്. പക്ഷേ വേറെ മാറ്റി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. പിന്നെ 4GB റാമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 4GB റാമാണ് വരുന്നത്. അതുകൊണ്ട് അധികം കൂടുതൽ ടാസ്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു 2 മാസം ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ, ഇതിൻ്റെ അതായത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ഫോൺ ചെയ്യുന്ന ആളുകളുടെ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് വ്യക്തമായി മനസ്സിലാവില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. സൗണ്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ രീതിയിൽ സംസാരിക്കും. നമുക്കറിയാത്തൊരു നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അയാളാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു സൗണ്ട് ക്ലാരിറ്റി ഇല്ലായ്കയല്ല, യഥാർത്ഥ സൗണ്ട് ആയിരിക്കില്ല കേൾക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിത് വീട്ടിലോട്ട് ഈ ഫോണ് മാറ്റിയത്.
ഇപ്പോൾ കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ചെറിയ ഫോണാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ കണ്ടോ അതോ ഇത്രയേ ഉള്ളൂ. ചെറിയ ഫോണാണ്, വെയ്റ്റ്ലെസ് ആണ്. പിന്നെ താഴെയൊക്കെ വെക്കുമ്പോൾ ഇവിടെ കറുവായതുകൊണ്ട് സൂപ്പറായിട്ട് നിൽക്കും. ഇങ്ങനെ മുട്ടി നിൽക്കില്ല, ഇവിടെ മാത്രമേ മുട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ കിട്ടുന്നതല്ല, ഇത് ജപ്പാൻ്റെ ഫോണാണ്. ജപ്പാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കമ്പനി നിർത്തി. നമ്മൾക്ക് ഇന്ത്യയിൽ ഇത് മേടിച്ചാണ് ഞാൻ. 70 സംതിങ് ഇന്ത്യൻ റുപ്പീസ് വരുന്നൊരു ഫോണാണ്. ഇപ്പോൾ അത് അത്രയൊന്നുമില്ല. 10 to 15 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും. എല്ലാവിടെയും കിട്ടില്ല, ചില സ്ഥലത്ത് കിട്ടും. കുറച്ച് വൈറലായ ഫോണാണ്. എന്തായാലും യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഞാനൊരു വർക്ക്ഷോപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ സംസാരിക്കുമ്പോൾ സൗണ്ടെല്ലാം കേൾക്കും. യഥാർത്ഥ വ്യക്തിയുടെ സൗണ്ടല്ലായിരിക്കും നമുക്ക് മനസ്സിലാവുക. സാധാരണ എല്ലാ കോളുകളും ഏകദേശം ഒരേ സൗണ്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആരാണെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ സൗണ്ട് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയാണ് എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും, അതിൽ കാണുമ്പോഴും നന്നായിട്ടുണ്ടാവും. എക്സ്ട്രാ സെൻഡ് ചെയ്യുകയോ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ആ ഡിസ്പ്ലേൻ്റെ ഒരു പ്രത്യേകതയാണത്. അല്ലാതെ ഭയങ്കര ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നുമല്ല. അതിനുവേണ്ടി ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഈ ഫോൺ എടുക്കുന്നത് അത്ര നല്ലതല്ല. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വയസ്സായ ആളുകളോ കുട്ടികളോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഫോണാണ്. കാരണം ചെറിയ ഫോണാണ്, കണ്ണിനധികം കേട് വരില്ല, അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഹെവി ഗെയിമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഡിസ്പ്ലേ ചെറുതായ ഫോണുകൾ കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. ഇതാകുമ്പോൾ അധികം ഒരു 10 രൂപ 15 രൂപ റേഞ്ചിൽ മേടിക്കാനും കിട്ടും. 75,000 രൂപയുടെ ക്വാളിറ്റിയുള്ള ജപ്പാൻ്റെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ജപ്പാൻ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും അതിനകത്തുണ്ട്. 75,000 കണക്കാക്കണ്ട, ഇറങ്ങുമ്പോൾ അത്രയായിരുന്നു. ഏകദേശം നമ്മളൊരു 30,000 രൂപ 40,000 രൂപയുടെ ഫോണിൻ്റെ എല്ലാ ക്വാളിറ്റിയും അതിനകത്തുണ്ട്. പിന്നെ ഈ കാരണം വൈറലായ ഫോട്ടോസും വീഡിയോസും അത് നോക്കിയിട്ട് മേടിക്കണ്ട. കാരണം ഒരു ക്യാമറ ടൈപ്പ് ഫോണല്ല അത്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെക്കൻഡറി ഫോണെന്ന് പറയില്ലേ, ആ ടൈപ്പ് ഫോണാണ്. പിന്നെ ഈ കാണുന്ന വീഡിയോ സ്ഥലങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കുരുവികളൊക്കെ ഉണ്ട്, കുരുവികളുടെ സൗണ്ടൊക്കെ വരുന്നതാണ്. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അതിമനോഹരമായ സ്ഥലമാണ്. പാലക്കാടാണ്. അത് കണ്ടോ, പാലക്കാടിൻ്റെ വയലുകളും അതേപോലെ പാലക്കാടൻ കരിമ്പനകളുമാണ് ഈ കാണുന്നത്. പിന്നെ ആ കാണുന്നതൊക്കെ മലയാണ്. അത് കൂടുതൽ മലയുള്ള ഒരു പ്രദേശമാണ്. ഓക്കേ. വൽവയുടെ ഫോൺ വളരെ ചെറുതുമാണ്, വളരെ നല്ലതുമാണ്. ഓ